പണ്ടത്തെ അന്തരീക്ഷമാണോ? പണ്ട് നമ്മൾ സ്കൂൾ കട്ട് ചെയ്ത് മാക്സിമം പോകുന്നത് എവിടെയാ? ഒരു സിനിമ കാണാനാണ് അല്ലേ? മാക്സിമം പോകുന്നത് ഒരു സിനിമ കാണാനാണ്. ഞാൻ വാത്സല്യമൊക്കെ അങ്ങനെ കണ്ടത്. മാക്സിമം പോകുന്നത് ഒരു സിനിമ കാണാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലേ? ഞാൻ പറയുന്നത് നമ്മളെ പഴയ കാലഘട്ടം പറഞ്ഞതാ. സ്കൂള് കട്ട് ചെയ്ത് ആകെ പോകുന്നത് ഒരു സിനിമ കാണാനാണ്. നമ്മുടെ ചിറയൻകീഴ് ഒരു സിനിമ തിയേറ്ററിന്റെ പേര് തന്നെ ഖദീജ എന്നാണ്. അതിപ്പോ ഇല്ല. ഒരു ഖദീജായി ഒരു സോമിജിയും അങ്ങനെയാണ്. ചിറയൻകീഴ് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ ഇത് ആകെ ചെയ്യുന്ന തെറ്റതായിരുന്നു അന്ന് കള്ള്, ലഹരി, കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാൽ അത് പറയൂല, അത് ചിന്തിക്കൂല. ഇന്നതല്ല അന്തരീക്ഷം. നമ്മുടെ മക്കൾ യാത്ര പോകുമ്പോ നമ്മളെ കണ്ണ് കൂടെ പോണം. ഇന്നതല്ല അന്തരീക്ഷം. നമ്മുടെ മക്കളുടെ മൊബൈലിൽ സർവ്വതുമുണ്ട്. അവര് സർവ്വതും കാണുന്നുണ്ട്. അവർക്ക് സർവ്വതും അറിയാം. എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. സർവ്വകാര്യങ്ങളും അവർക്കറിയാം. ഡീറ്റെയിൽസ് ഒക്കെ മൊത്തം അറിയാം. എന്റെ മോന് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കും. നമ്മുടെ മക്കൾ ചോദിക്കുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണം. തമാശക്കെങ്കിലും നമ്മളത് പറയണമല്ലോ. പ്രസവത്തെക്കുറിച്ച് ചോദിക്കും. ഹൈദ രക്തം, നിഫാസ് രക്തം, ഉമ്മ എന്താ 7 ദിവസം നിസ്കരിക്കുക, അതൊക്കെ ചോദിക്കൂലേ? അപ്പൊ നമ്മള് അതും ചോദിക്കല്ല അങ്ങനല്ല, അത് പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴത്തെ കാലത്തെ മക്കൾക്ക് ഉമ്മ വാപ്പ അത് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ട് ഉമ്മ നിസ്കരിക്കുന്നില്ല പറഞ്ഞു കൊടുക്കണം. എന്നോട് എന്റെ മോൻ ചോദിച്ചു ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ സംശയം ചോദിച്ചു. ഉസ്താദിന് ഒരു ദിവസം, പാപ്പച്ചിക്ക് ഒരു ദിവസം പ്രസംഗിച്ച് എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി അവന്റെ സ്കൂളിലും ഇത് തന്നെ ചർച്ച. എന്തോ ഒരു ഗതിയാണ്. ഒക്കെ നമ്മളെ പിന്നാലെ നടക്കുകയാണ്. കാൽക്കുലേറ്റർ നോക്കിയിട്ട് ഒരു ദിവസത്തെ കണക്കൂട്ടി 30 ദിവസം എത്ര കിട്ടുണ്ടെന്ന് പറഞ്ഞ് അറ്റാക്ക് വന്ന് നിങ്ങൾ ഭരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം. എത്ര കൊല്ലമായി പ്രിയപ്പെട്ടവരെ? 10-28 കൊല്ലമായി പ്രസംഗം തുടങ്ങി. ഇതുവരെ ആ പരിപാടി നിർത്തിയിട്ടില്ല. എന്നാൽ അത് പറഞ്ഞ പലതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്റെ സ്നേഹസാരത്തിന്റെ കടം തീർന്നത്. അതൊരുമില്ല. അപ്പൊ ഇത് നമ്മുടെ മക്കൾ ചോദിക്കുന്ന വിഷയം, അത് കുടുംബപരമായ വിഷയം, ദുന്യവിയായ വിഷയം, നമ്മുടെ ഫാമിലി പ്രശ്നം, അതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലും രൂപത്തിലും പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഒരു കഴിവാണത്. പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഒരു ബാധ്യതയാണ്. അല്ലാതെ അതിൽ നാണക്കേട് ഉമ്മയും ബാപ്പയും വിചാരിക്കരുത് നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടു പോകും. എല്ലാം ചിന്തിക്കുന്ന കാലമാണെന്ന്, എല്ലാം ആലോചിക്കുന്ന കാലമാണെന്ന്. പണ്ട് നിങ്ങളൊക്കെ ആലോചിക്കുക, പണ്ട് ദൂരദർശനിൽ ശനിയാഴ്ച ഒരു സിനിമ ഉണ്ടായിരുന്നു വൈകുന്നേരം. അത് ഒരു 5 മണിക്ക് തുടങ്ങിയാല് പ്രധാനപ്പെട്ട പ്രേം നസീർ ഇടിക്കാൻ വേണ്ടി കൈവെക്കുമ്പോൾ മലയാള വാർത്തകൾക്ക് ശേഷം ചലച്ചിത്രം തുടരുമെന്ന് എഴുതി കാണിക്കും. പിന്നെ ഇത് കാണാൻ വേണ്ടി ചെറിയ കുട്ടികളായ നമ്മളൊക്കെ അവിടെ തന്നെ ഇരിക്കണ്ടേ? ഇരിക്കുമ്പോ നെഞ്ചിടിയാണ്. എന്താ പ്രശ്നം? വാപ്പ വന്നു കാണോ? വാപ്പ വന്നിട്ടുണ്ടോ റബ്ബേ? അപ്പോഴും വാർത്ത ഇങ്ങനെ കുവൈറ്റ് യുദ്ധം നടക്കുന്നു, അത് നടക്കുന്നു, രാജീവ് ഗാന്ധി പോകുമ്പോട്ട് നമുക്ക് എന്ത് പോകുമ്പോ നമ്മളിങ്ങനെ വാപ്പാടെ ചിന്തയാണ് മനസ്സിൽ. ഇതെങ്ങനെയെങ്കിലും ഈ വാർത്ത തീർന്നാൽ മതി എന്ന് ചിന്തിക്കും. വീട്ടിൽ ചെന്നാൽ വാപ്പ ഉമ്മറത്തുണ്ടെങ്കിൽ അടുക്കള വഴി കയറാൻ വേണ്ടി എല്ലാ പണിയും നമ്മൾ ചെയ്യൂലേ? ഇന്ന് വാപ്പയാണ് അങ്ങനെ വരുന്നത് മോനുണ്ടെങ്കിൽ അല്ലേ? ശബ്ദമുയർത്തി സംസാരിക്കുമ്പോ ഭർത്താവിനോട് ഭാര്യ പറയാണ്, മോന്റെ വണ്ടി ഒന്ന് ശബ്ദം പേടിയാണ്. മക്കളെ പേടിയാണ്. കാരണം എന്താ? അവന്റെ ചിലവിലാണ് വാപ്പ കഴിയുന്നത്. മരുമോളെ പേടിയാണ്. മകൻ കുവൈറ്റിൽ നയിച്ചു കൊടുക്കുന്ന പൈസ മരുമോളാണ് വാപ്പക്കും ഉമ്മക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് മരുമോളെ പേടിയാണ്. അവളെ മുമ്പ് എന്തെങ്കിലും കാണിച്ചാൽ ഞങ്ങൾ പട്ടിണിയായി പോകും എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോ നേരെ തിരിഞ്ഞിട്ടുണ്ട്. അത് ലഹരി തിരിച്ചതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾക്ക് അവിടെ നിന്ന് ധൈര്യം. ഓഫീസ് കഴിഞ്ഞു പോകുമ്പോ ചെറിയ ഒരു ഔൺസ് അടിച്ചിട്ടേ പോവുള്ളൂ. ഓഫീസ് കഴിഞ്ഞു പോകുമ്പോ ഒരെണ്ണം. വല്ലാണ്ട് അതിങ്ങനെ സജീവമായി. പണ്ട് പേടിയായിരുന്നു, പണ്ട് ഭയമായിരുന്നു, പണ്ട് ഹറാമായിരുന്നു. ഇന്ന് ഹറാമുകൾക്ക് ശക്തി കുറയാണ്. പന്നി മാംസം, പട്ടി മാംസം ഒക്കെ ഇന്ന് കുറച്ച് ശക്തി കുറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് പറയാൻ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചിലതൊക്കെ ഹലാലാക്കിയിട്ടുണ്ട്. അതുപോലെ പലിശ കുറെയൊക്കെ അങ്ങനെ ഹലാലായി വരുന്നുണ്ട്. അതുപോലെ കള്ള്. ആദ്യം ആൽക്കഹോൾ ഇല്ലാത്തതല്ലേ ഉസ്താദേ? അത് കുഴപ്പമില്ല. അങ്ങനെയാണ് തുടങ്ങുന്നതെല്ലാവരും. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെയാണ് ആദ്യ തുടക്കം. ആദ്യം ആൽക്കഹോൾ ഇല്ല, ഒരെണ്ണം അടിച്ചോ എന്ന് പറയും. അതിങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് രൂപത്തിലും ഭാവത്തിലും ഒക്കെ മറ്റതുപോലെ ചിന്തിച്ച് കുടിക്കും. അങ്ങനെ കുടിക്കുന്നത് പോലും ഹറാമാണ്. പച്ചവെള്ളം എടുത്തു വെച്ചിട്ട് ഇത് കള്ളാണെന്ന് മനസ്സിൽ കരുതി മുട്ടുകൊണ്ടിടിച്ച് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടുള്ളതാട്ടോ. ഇതിങ്ങനെ ഇടിച്ച് തുറന്ന് കുടിച്ച് ഇതിങ്ങനെ കുടിക്കുന്നത്, അങ്ങനെ കള്ളാണെന്ന് സങ്കല്പിച്ച് കുടിക്കുന്നത് പോലും ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഅനല്ലാഹുൽ ഖംറി അശറാ.
കള്ളിന്റെ വിഷയത്തില് 10 സംഘത്തെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. കള്ളിന്റെ വിഷയത്തിൽ കള്ളിനെ മാത്രമല്ല, കള്ളുണ്ടാക്കുന്ന കമ്പനി, കള്ളുണ്ടാക്കുന്ന സാധനങ്ങൾ കടയിൽ നിന്ന് ഹോൾസെയിലായിട്ട് നിങ്ങൾ ആ ജോലിയാണ് ഉസ്താദ്, എനിക്ക് ആ ജോലിയാ, ഞാൻ കള്ളു കുടിക്കൂല, ഞാൻ കള്ള് ഹറാമാണെന്ന് ബോധമുള്ളവനാ, പക്ഷേ കള്ളുണ്ടാക്കാനുള്ള സാധനങ്ങൾ കമ്പനി ഇത് കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പാടില്ല, പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. നിങ്ങൾ പിന്നെ ഞങ്ങൾക്കൊരു ജോലി താ മൊയ്ലാരെ എന്ന് ചോദിക്കണ്ട. അത് പാടില്ല, അത് തനിച്ച് ഹറാമാണ്, അത് അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുള്ളതാണ്. കള്ളുണ്ടാക്കുന്നവര്, കള്ളു കുടിക്കുന്നവര്, കള്ളു കൊണ്ടുവരുന്നവര്. ചില കൂട്ടുകാർ പറയുമല്ലോ, ഇപ്പൊ ഇവിടെ ഡ്യൂട്ടി ഫ്രീയിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, അയാൾ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങി എന്നെ കണ്ടപ്പോ കയ്യിൽ കള്ളു വാങ്ങി വെച്ചിട്ടുണ്ട് അയാള്. ഞാൻ പറഞ്ഞു, മോശമല്ലേ ഇതൊക്കെ? ഇല്ലല്ല, ഞാൻ കടിക്കൂല ഉസ്താദ്, എന്റെ അനുജനും കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇതും ഹറാമാണ്. കള്ളു തൊട്ടിട്ടില്ലാത്ത ഉമ്മയും വാപ്പയും, കള്ളു കുടിച്ചിട്ടില്ലാത്ത കൂടപ്പിറപ്പുകൾ കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടി ഗൾഫിൽ നിന്ന് കള്ളു കൊണ്ടുപോയി വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഉമ്മ ചോദിക്കുന്നത്, എന്താ മോനെ എല്ലാ കവറും പൊട്ടിച്ച്, അത് മാത്രം പൊട്ടിച്ചില്ലല്ലോ? അത് വൈകുന്നേരം സുബൈർ വരുമ്പോ കൊടുക്കാനാണ് ഉമ്മ. മറ്റേ സാധനമാണ്. അവനിങ്ങനെ ഒരു ജോലി കൂലി ഇല്ലാതെ കറങ്ങി നടക്കുന്നുണ്ടോ? അവൻ 7 മണി മളിയാ എത്തിയാടാന്ന് വെച്ചിട്ട് സാധനം വാങ്ങാൻ വേണ്ടി. അങ്ങനെ ഗൾഫുകാരെ മാത്രം പോക്കറ്റിന്റെ കട്ടി നോക്കി സ്നേഹിക്കുന്ന കുറെ കന്നുകാലികളുണ്ട് നാട്ടിൽ. പോക്കറ്റിന്റെ കട്ടിയും കുറഞ്ഞ് അത്തറിന്റെ മണവും കുറയുമ്പോ ആമാര് തിരിച്ചു ചോദിക്കും, എന്നാളിയാ പോണത്? അടുത്ത കൂട്ടുകാരൻ വന്നിട്ടുണ്ടാവും, അവിടെ പോകും. അങ്ങനെ പ്രവാസികളെ തിന്നുന്ന കുറെ ആളുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. അവരെന്ത് ചങ്ക് പ്രോയാണ്, മാങ്ങാത്തുലിയാണ്. നിങ്ങളിങ്ങനെ ഊറ്റി ജീവിക്കുന്ന ആ കൂട്ടുകാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ ലോകത്ത് നിങ്ങൾ ആരെയാ തിരിച്ചറിയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. അവരൊക്കെ നിങ്ങൾ പോയാൽ അടുത്ത ആൾ വരും. അങ്ങനെ നടക്കും. അങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി വീടിന്റെ മൂലയ്ക്ക് വെച്ചിരിക്കുന്ന കള്ള്, അത് ഇരിക്കുന്ന സ്ഥലം മുഴുവനും ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുള്ളതാണ്. അത് ഇരിക്കുന്ന സ്ഥലം. അങ്ങനെ 10 കേന്ദ്രങ്ങൾ, 10 സ്ഥലങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് പഠിച്ചപ്പോ വല്ലാതെ ഞെട്ടിപ്പോയി. പഠിച്ചോ ഗൾഫുകാരാ, പഠിച്ചോ. ടെൻഷൻ വരുമ്പോ ഒരു തുള്ളി കുടിക്കണമെന്ന് തോന്നുന്ന പ്രവാസികളെ പഠിച്ചോ. ലീവിന് നാട്ടിൽ പോകുമ്പോ കൂട്ടുകാർ നിർബന്ധിക്കുമ്പോ ഒരൽപ്പം കുടിക്കണമെന്ന് തോന്നുന്നവരെ പഠിച്ചോ. ഒരു ഹദീസുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന ഫീ സുദ്രിഹി ആയത്തും മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു അല്പമെങ്കിലും ഹൃദയത്തിലുള്ളവൻ, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരല്പമെങ്കിലും ഹൃദയത്തിലുള്ളവൻ കണ്ടുപിടിച്ചാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരല്പമെങ്കിലും നെഞ്ചിലുള്ളവൻ കണ്ടുപിടിച്ചാൽ, ആർക്കാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് അല്പമില്ലാത്തത്? ആർക്കാണില്ലാത്തത്? ബിസ്മി അറിയാത്ത മുസ്ലിങ്ങളുണ്ടോ? അത് ആയത്തല്ലേ. ഫാത്തിഹ അറിയാത്ത മുസ്ലിങ്ങളുണ്ടോ? അത് ആയത്തല്ലേ. സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത മുസ്ലിങ്ങളുണ്ടോ? അത് ഖുർആനിന്റെ 1/3 എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? ഈ പിന്നെ പള്ളിയിൽ ഹാഫിദ് ഇമാമത്ത് നിൽക്കുമ്പോ ഹാഫിദിന് ഏറ്റവും അധികം പേടി ഏത് സൂറത്ത് ഓതാനാ? ഏത് സൂറത്ത് ഓതാനാ പേടി? യാസീൻ ഓതാനാ പേടി. കാരണം എന്താ? പുറകെ നിൽക്കുന്ന മൊത്തം ആൾക്കാരും തെറ്റിക്കും. അവര് കൂടെ ഓതാൻ തുടങ്ങും. ബാക്കിയുള്ളതൊക്കെ അവർ മൗനമായിട്ട് നിൽക്കുമ്പോൾ യാസീൻ തുടങ്ങുമ്പോൾ വതിരിബുലഹു എന്ന് പറഞ്ഞ ഒറ്റത്തുനിന്ന് ഇവരിങ്ങനെ മനസ്സുകൊണ്ട് തുടങ്ങും. മറ്റേ ആൾ എല്ലാവർക്കും അറിയാന്നുള്ളതുകൊണ്ട് ഇമാമിന് ടെൻഷൻ വരും, പെട്ടെന്ന് തെറ്റുകയും ചെയ്യും. മറ്റേതാകുമ്പോൾ അതങ്ങനെ ഒരു സൈഡിലൂടെ പോകും, നമ്മൾ ശ്രദ്ധിക്കൂല. പക്ഷെ യാസീനായാൽ നമ്മൾ പിടിക്കും. അതുകൊണ്ട് ഇമാമിങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ യാസീൻ വരുമ്പോൾ ഉണ്ടാവും. ഞാൻ അട്ടക്കുളങ്ങര പള്ളി ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ബീഹാരി ഹാഫിദ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതാ മുഷ്കിൽ ഹേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ? ചൂട് കൂടിയതുകൊണ്ടല്ല, ഇന്ന് യാസീനാണ് തറാബിയിൽ, അതുകൊണ്ട് മുഷ്കിൽ ഹേ. അതിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു ആയത്ത് അറിയാത്ത ആരാ ഉള്ളത്? ഒരു സൂറത്ത് അറിയാത്ത ആരാ ഉള്ളത്? ഒരു ഫാത്തിഹ അറിയാത്ത ആരാ ഉള്ളത്? അങ്ങനെയുള്ള ഒരാളുടെ ഉള്ളിൽ ഒരു തുള്ളി കള്ള് ചെന്നാൽ നിങ്ങൾക്ക് തോന്നൂലേ? എന്നും കുടിക്കുന്നില്ലല്ലോ. നാട്ടിൽ ജീവിച്ച് കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ഒരു പാർട്ടി അത്രേ ഉള്ളൂ, ഒരു ചെറിയ പാർട്ടി അത്രേ ഉള്ളൂ. എന്നും കുടിക്കുന്നില്ലല്ലോ. കിണറ്റിൽ വെള്ളം കണ്ടാൽ ഹറാം കള്ള്, വീട് കോൺക്രീറ്റിന് ഹറാം. മേശിരിമാർക്ക് കുടിക്കാൻ നിങ്ങൾ പൈസ കൊടുത്തിട്ട് അത് ഹറാമല്ലേ? നിങ്ങൾക്ക് എന്തിനാ അങ്ങനത്തെ ഒരു വീട്? നിങ്ങളെന്താ ചിന്തിക്കാത്തത്? കഷ്ടപ്പെട്ട് പണിയെടുത്ത് രക്തം വെള്ളമാക്കി, വിയർപ്പ് രക്തമാക്കി നിങ്ങൾ പണിയെടുത്ത കാശ് കൊണ്ടുവന്നിട്ട് ആ വീട് വെക്കുന്നതിന് മേശിരിമാർക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതല്ലാത്ത എത്ര മേശിരിമാരുണ്ട് നാട്ടില്? നിങ്ങൾക്ക് എന്താ അവര് മാത്രമേ കിട്ടുള്ളൂ? അവർക്ക് മാത്രമേ മോഡലുള്ളൂ? അതൊക്കെ വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചടങ്ങുകളാണ്. കിണറിൽ വെള്ളം കണ്ടാൽ, ഭാര്യ പ്രസവിച്ചാൽ, കുട്ടി ആണായാൽ പെണ്ണായാൽ, അങ്ങനെ
വണ്ടി എടുത്താൽ പാർട്ടിയുണ്ടേ, അങ്ങനെയാണ് പറയാ. ഇതിനൊക്കെ നിങ്ങൾ കുടിക്കാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഞാൻ കുടിക്കുന്നില്ലല്ലോ ഉസ്താദെ, കൊടുത്താൽ പോരെ. നിന്റെ പണത്തിന്റെ ബറക്കത്ത് പോലും അത് നശിപ്പിച്ച് കളയും. അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ റബ്ബേ. നിങ്ങൾ പറയൂലേ 50 കൊല്ലം വരെ ഞാനായി കുവൈറ്റിൽ, വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രശ്നം. എന്താ പ്രശ്നം? കാരണം നിങ്ങൾ ഇതുപോലെ കൂട്ടുകാർക്ക് കുടിക്കാൻ കൊടുത്തതിന്റെ പണം പിന്നീട് തിരിച്ചു കൊത്തുന്ന ഒരു കാലം വരും. അതാണ് പതിയെ കമ്പനി പൊളിയും, പതിയെ ബിസിനസ് പൊളിയും, മാരക രോഗം നിന്ന് അല്ലാഹു പരീക്ഷിക്കും. കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. മങ്കാന ഫീ സദരിഹി ആയത്തും മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരു ആയത്തെങ്കിലും ഹൃദയത്തിലുള്ളവൻ വസുബ്ബ അലൈഹിൽ ഖംറു, അവൻ അതിലേക്ക് കള്ളൊഴിച്ചാൽ, ആ ഖൽബിലേക്ക് കള്ളൊഴിച്ചാൽ, ആ ഖുർആനുള്ള ശരീരത്തിന്റെ ഉള്ളറയിലേക്ക് കള്ളൊഴിച്ചാൽ ആ ശരീരങ്ങൾ അവനെ പിടിച്ചു കുലുക്കുന്നതാണ്. മാത്രമല്ല ആഖിറത്തിൽ വൈലുൻ ലിമൻ ഖാസമഹുൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ശത്രുവിന് നരകമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമെന്നാണ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ശത്രുവിന് നരകമാണ്, അല്ലാഹുവിന്റെ ഖുർആന്റെ ശത്രുവിന് നരകമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തുള്ളി മദ്യം, സഹോദരിമാരൊക്കെ നമ്മളൊന്നും അതിൽ പെട്ടിട്ടില്ല ഉസ്താദ് എന്ന് പറഞ്ഞ് വല്ല വൃത്തിയായിട്ട് ഊർലികളായിട്ടിരുന്ന് വാള് കേൾക്കുന്നുണ്ട്. കേരളത്തിൽ ഈ കഴിഞ്ഞ ഓണത്തിന്റെ കണക്ക് ആണുങ്ങൾക്ക് തുല്യമായി പെണ്ണുങ്ങളും അടി തുടങ്ങി എന്നാണ്. ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. 2 ആഘോഷം കൂടെ ആകുമ്പോൾ അവർ നിങ്ങളെ മറികടക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ അന്തരീക്ഷം ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മൊബൈലും വെച്ചിട്ട് ചില യൂട്യൂബ് ചാനലുകാർ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉളുപ്പുള്ളവർക്ക് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. കുടിക്കുന്ന ബ്രാൻഡ് പോട്ടെ, വളരെ മോശമായ രീതിയിൽ കള്ളും, നമ്മൾ ആലോചിച്ച് നോക്ക്, കരളും ഗർഭപാത്രവും ഒഴുകി വന്ന വയനാട്ടില് ന്യൂ ഇയറിന്റെ പരസ്യം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ തെമ്മാടിത്തരങ്ങളുടെ മുഴുവനും മാതാവ് കള്ളാണെന്ന് പറയാൻ കാരണമിതാ. ആലോചിക്കുക, കരഞ്ഞുപോയി ഞാൻ ആ പരസ്യം കണ്ടിട്ട്. നിങ്ങൾക്ക് എങ്ങനെ ചിന്ത വന്നോന്നറിയില്ല. ഗർഭപാത്രം ഒഴുകി വന്ന വയനാട്, ഇവിടെ വയനാട്ടിലെ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോ എത്രയോ ആളുകൾ സഹായിച്ചു, വീട് വെച്ചു കൊടുത്തു. ഹംസ സാഹിബിനോട് സംസാരിച്ചപ്പോൾ അവിടെയും ഇതുപോലെ വീടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര KMCC-ക്കാര്, എത്ര മനുഷ്യർ എല്ലാം വന്നിട്ട് ബണ്ട് കഴിച്ചിട്ട് അവിടെ ജീവിച്ച് അവർക്ക് വേണ്ടി ജീവിച്ചില്ലേ? ഒരു പോലീസുകാരൻ പറഞ്ഞത് ഗർഭപാത്രം ഒഴുകി വന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ വെള്ളത്തിലൂടെ. കരളും കൽബും ഒക്കെ ഒഴുകിപ്പോയ ആ വയനാടിന്റെ മണ്ണിൽ ഈ ന്യൂ ഇയർ ആഘോഷത്തിന് പരസ്യം എന്തായിരുന്നു എന്നറിയാം? വയനാട്ടിലെ ന്യൂ ഇയർ ആഘോഷത്തിന് ക്ഷണിക്കാൻ ആളുകളെ. കുടിക്കാൻ കള്ളിവിടെയുണ്ട്, കളിക്കാൻ പെണ്ണിനെ നിങ്ങൾ കൊണ്ടുവരണം. പച്ചക്ക് കേരളത്തിന്റെ മണ്ണിൽ. അതിനെ എതിർത്ത് ചോദിക്കാൻ ഒരു ആൺകുട്ടി ഇല്ലാതായി പോയത് ആ പറഞ്ഞവന് പണമുള്ളത് കൊണ്ടാണ്. ഒരു പാർട്ടിക്ക് സങ്കടമില്ല, എല്ലാവരും ലഹരിക്കെതിരെ പറയും, അയാൾക്കെതിരെ അന്ന് പറയാൻ നാവ് വന്നാത്തത് അയാൾക്ക് പണമുള്ളത് കൊണ്ടാണ്. നമ്മൾ എവിടെ എത്തിപ്പോയി പ്രിയം? കള്ളു കുടിക്കുന്നവര്, പണമുള്ളവൻ കുടിച്ചാൽ എന്താ കുടിയനാവാത്തത്? അതും ഹറാമ് തന്നെയല്ലേ? അവന്റെ പ്രഷർ പോകാൻ, അവന്റെ ട്രസ്റ്റ് പോകാൻ വേണ്ടി കുടിക്കാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇത്? ഹറാമ് തന്നെയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കള്ളുകുടിയിലുണ്ടാകുന്ന വലിയ നഷ്ടങ്ങളിൽ ഒന്ന് അദ്ദീനു, ദീനാണ്. കള്ളുകുടിയന് ദീനുണ്ടാവൂല. കള്ളുകുടിക്കുന്നവൻ KMCC-യിൽ പ്രവർത്തിക്കൂല. കള്ളുകുടിക്കുന്നവൻ ക്യാൻസർ രോഗിക്ക് മരുന്ന് വാങ്ങാൻ ഓടൂല. കള്ളുകുടിക്കുന്നവൻ എന്റെ കൂട്ടുകാരൻ സുഖമില്ല ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറയൂല. കള്ളുകുടിക്കുന്നവൻ തറാവീഹിന് പള്ളിക്കകത്തിരുന്ന് കരയൂല. കള്ളുകുടിക്കുന്നവന് റമദാൻ പ്രശ്നമല്ല, റബീഉൽ അവ്വൽ പ്രശ്നമല്ല. കള്ളുകുടിക്കുന്നവന് ഭൗതിക ലോകത്തെ ഒന്നും പ്രശ്നമല്ല. കള്ളുകുടിക്കുന്നവന് ഹജ്ജും മുഹറമും പ്രശ്നമല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കള്ളിനെ കുറിച്ച് ഏറെ പഠിച്ചിട്ടുള്ള ആളാണ്. ആ പ്രിയപ്പെട്ടവര് പറയുകയാ, കള്ളുകുടിയന് നഷ്ടപ്പെടുന്നത്, ഒന്നാമത് നഷ്ടപ്പെടുന്നത് ദീനാണ്. കുടിയന്മാരുടെ ഭാര്യമാരോട് ചോദിച്ചാൽ മതി, അവര് പറയും ഏറ്റവും അധികം കള്ളുകുടി അയാൾ ആഘോഷിക്കുന്നത് എപ്പോഴെന്നറിയോ? മുഹറം 10, റബീഉൽ അവ്വൽ 12, റമദാൻ 17 27 ചോദിക്ക്. കള്ളുകുടിയന്റെ ഭാര്യമാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, ഏറ്റവും അധികം നിങ്ങളെ ഭർത്താവ് കുടിക്കുന്നത് എപ്പോഴാണ്? റബീഉൽ അവ്വൽ 12. കാരണം ഈ സാധനം പിശാചിൻ്റെതാണ്. ഇത് പിശാചിൻ്റെതാണ്. ആ പിശാചിന് ഇഷ്ടമില്ലാത്ത ദിവസങ്ങളാണ് ഇതൊക്കെ. റമദാൻ 27. എത്ര ഭാര്യമാരാ? ജയ്ഹിന്ദ് ചാനലിലൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കത്തുകൾ ഇങ്ങനെ സംശയങ്ങൾ എഴുതി അയക്കുന്നതിൽ വരും.
എല്ലാ 27 അവനും ഭർത്താവ് കുടിച്ച് ഇഴ്ത്തിക്കാവിരിക്കുന്ന ആ മുസല്ലയുടെ അടുത്ത് വന്നിങ്ങനെ കിടന്ന് ഛർദ്ദിച്ചിട്ടുണ്ടെന്ന് വരെ എഴുതി തന്നിട്ടുണ്ട്. എന്തിനാണ് ഈ വിഷം? ഒരു സമാധാനത്തിന് ചിത്രശലഭത്തെ പോലെ പറക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ വാങ്ങിയടിക്കുക. ഇന്ന് നമ്മൾ ആലോചിക്കുക, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. ഒരു ഉമ്മ വിളിച്ചിട്ട് പറയാണ്, മോൻ എഴുന്നേക്കുന്നില്ല ഉസ്താദെ, 4 ദിവസമായി അവന്റെ കണ്ണുരുമാതിരിക്കുന്നു, അവനെന്തോ ശൈത്താൻ കൂടിയതാണ്. ഏതെങ്കിലും ഒരു ഉസ്താദിനെ കാണിക്കണം, ഒരു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഉസ്താദിന്റെ നമ്പർ തരുമോ? ഞാൻ പറഞ്ഞു, അവൻ ശൈത്താൻ കൂടിയതല്ല, അവൻ നമ്പർ 1 കഞ്ചാവാണ്. തീർത്തും പറയാൻ പറ്റും, ഒരു സംശയമില്ല. ഒരു ഉമ്മയോട് എന്തിനങ്ങനെ പറഞ്ഞു എന്ന് പോലും ചോദിക്കണ്ട. ആ ഉമ്മ ഇന്ന് അൽഹംദുലില്ലാ ഞങ്ങളുടെ കൗൺസിലിംഗിന്റെ കീഴിലാണ് ആ ഉമ്മയും മകനും ഇന്നുള്ളത്. കഴിയുന്നില്ല അവനും മാറാൻ കഴിയുന്നില്ല. എന്തൊക്കെയാണ് 14 വയസ്സുള്ള മക്കൾ പറയാം, അവനും മാറാൻ കഴിയുന്നില്ല. വെഞ്ഞാറമൂട്ടിലെ ആ കൊലപാതകിയെ തെളിവെടുക്കാൻ കൊണ്ടുപോയി ചുറ്റിക വാങ്ങിച്ച കടയിൽ മാത്രമല്ല കൊണ്ടുപോയത്, കയർ വാങ്ങിച്ച കടയിൽ മാത്രമല്ല കൊണ്ടുപോയത്, സ്വർണം വിറ്റ കടയിൽ മാത്രമല്ല കൊണ്ടുപോയത്, എണ്ണ അടിച്ച പമ്പിൽ മാത്രമല്ല കൊണ്ടുപോയത്, പിന്നെയോ കള്ളു കുടിച്ച ബിവറേജിലും കൊണ്ടുപോയി തെളിവെടുത്തു. അതങ്ങനെ വലുതായിട്ട് പരസ്യത്തിൽ വരൂല, വാർത്തയിൽ വരൂല. അതാണ് ആദ്യം വരേണ്ടത്. കൊലപാതകം നടത്തിയതിനു ശേഷം ശക്തി കിട്ടാൻ ഒഴിച്ചു കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയാം കള്ളു കുടിച്ചാലൊന്നും അത്ര എത്തൂല, അതെന്തോ മൂത്ത സാധന. എല്ലാ സാധനവും മൂത്തത് തന്നെ. ഏതായ ഇളയത് അനിയനും ചെറുതൊന്നുമില്ല, എല്ലാം മൂത്തത് തന്നെ. തലയ്ക്ക് പിടിക്കുന്ന എല്ലാം മൂത്തതല്ലേ? നമുക്ക് അങ്ങനെ ഒരു ചൊല്ല് വന്നു. അതായത് ചിലതിനെ ചെറുതാക്കുകയും ചിലതിനെ വലുതാക്കുകയും നമ്മൾ ചെയ്യുക. അതെന്തോ മൂത്ത സാധനമാണ്, നമ്മൾ കുടിക്കുന്നതൊക്കെ കള്ള, അതങ്ങനെയൊന്നും തോന്നില്ല. എല്ലാം പ്രശ്നമാണ് പ്രിയപ്പെട്ടവർ. ഹറാമാണ്. ഇതൊക്കെ ഈ മുസ്ലിയാക്കന്മാര് പറയുമ്പോൾ നിങ്ങൾ പൊട്ടക്കിണറ്റിലെ തവളയാകരുത്, 2025 നിങ്ങൾ അറിഞ്ഞില്ല മൊയിലാരെന്നൊക്കെ പറയും. കരയുമ്പോൾ ആരും ഉണ്ടാവില്ല, പറയാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും. കരയുമ്പോഴേ വാപ്പ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് വെഞ്ഞാറമൂട്ടിലെ വാപ്പ മാത്രമേ ഉള്ളൂ കരയാൻ. പിന്നെ കരച്ചിൽ നിർത്തുമ്പോൾ ഒന്നുകൂടെ കരയിപ്പിക്കും കുറെ ചാനലുകാരുണ്ടാവും. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഗതി വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഒന്നുമല്ലെങ്കിലും കള്ളുകുടിയനെ സ്നേഹിച്ച കുറ്റത്തില് ഒരു പെണ്ണിന്റെ മുഖം ഇടിച്ച് തെറിപ്പിച്ച് ചതപ്പിക്കാൻ അവന് പറ്റിയല്ലോ. അത് പെൺകുട്ടികൾക്ക് പാഠമാണ്. കള്ളുകുടിയനെ സ്നേഹിച്ച ഒരു തെറ്റ് ചെയ്തില്ലേ, അതിനു വേണ്ടിയിട്ട് അവൻ ചെയ്തതാണ്. ഇത് ലോകം മനസ്സിലാക്കണം. ഇത് 1-2 ദിവസം കൊണ്ട് ഇല്ലാണ്ടായി പോകുന്നതല്ല. അത് തിരുവനന്തപുരം ജില്ലയല്ലേ, അത് മൊയിലാരെ വീടിനകത്തല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവനന്തപുരം ജില്ലയുടെ KMCCയുടെ പ്രവർത്തകർ മൊമെന്റ് വരാൻ വന്നപ്പോൾ എനിക്ക് അഭിമാനം തോന്നി, സന്തോഷം തോന്നി. ഈ തെക്കൻ ജില്ലകളിൽ അതൊക്കെ വളരെ കുറവാണ്. കുവൈറ്റിലെങ്കിലും വളരട്ടെ, കുവൈറ്റിലെങ്കിലും ഉയരട്ടെ, കുവൈറ്റിലെങ്കിലും ആ സ്നേഹദീപം തെളിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ കുറവാണ്. എറണാകുളത്തിനപ്പുറത്തേക്ക് ഇതൊക്കെ വളരെ എല്ലാ സ്ഥലങ്ങളും. നമ്മളൊക്കെ ഗൾഫിൽ ഒരുപാട് പ്രസംഗിക്കാൻ പോകുന്നല്ലേ, വളരെ വിരളമാണ് KMCCയിൽ അത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർ. ബൈത്തുർ റഹ്മ പോലും പിന്നെയും തെറിച്ചു 1-2 അതൊക്കെ ഞാനൊക്കെ ഈ വന്നതിന് ശേഷമാണ് തിരുവനന്തപുരം ജില്ലയിലൊക്കെ കണ്ടത്. CH സെന്ററൊക്കെ ഒന്ന് പോയി നോക്കിയാൽ കൽബ് ഇളകിപ്പോകും പ്രിയപ്പെട്ടവരെ. നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതൊക്കെ നടക്കുന്നില്ലേ ഈ കാലഘട്ടത്തിലും? അത് നടക്കുന്നില്ലേ? എന്തൊക്കെ ആരോപണങ്ങൾ ആരൊക്കെ പറഞ്ഞാലും കുറെ പാവങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ച് കിടക്കുന്നില്ലേ? അതുകൊണ്ട് തെക്കൻ ജില്ലയിൽ നടന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ ചവിട്ടിത്തേക്കരുത്. അവിടെയും വേണം. എനിക്ക് എവിടെയില്ല സ്നേഹസാഗരം തുടങ്ങാം. കോഴിക്കോട് മലപ്പുറത്ത് തുടങ്ങിയാൽ ഞാനിങ്ങനെ കഷ്ടപ്പെടണ്ട. ഇവിടെ ഫൈസലുണ്ട്, ഇവിടുത്തെ പാറപ്പള്ളി സ്റ്റേജിൽ വന്നിരിക്കേണ്ട ആളാണ്. സംഘാടകർ വിളിച്ചിരുത്താത്തോണ്ട് ഞാൻ വിളിക്കാത്തതാണ്. ഫൈസൽ പാറപ്പള്ളി സ്നേഹസാഗരത്തിന്റെയും ഹംദാന്റെയും ഒക്കെ പ്രവർത്തകനാണ്. ആ കാസർഗോഡ് തുടങ്ങിയാൽ, കണ്ണൂർ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് പോലും വേണ്ട, എല്ലാം അവർ നോക്കിയോളും. ഒരു ചെയർമാന്റെ കസേര എനിക്ക് ഇട്ടുതരും. എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് തുടങ്ങി എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും വേണ്ടേ പ്രിയപ്പെട്ടവർ? എന്തെങ്കിലും വേണ്ടേ? അവിടെ നിങ്ങൾ കൂടെ നിൽക്കണം എല്ലാ വിഷയത്തിലും. തിരുവനന്തപുരം ജില്ലാ KMCCയുടെ പ്രവർത്തനങ്ങളിൽ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വീട് വെക്കുമ്പോൾ അവിടുത്തെ വീടാണ് ഉസ്താദെ പണി നടക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് സഹായിക്കും. തിരുവനന്തപുരം ജില്ലാ KMCCയുടെ ഒരു പ്രവർത്തകന്റെ വീടാണ് ഈ വർഷം ഞങ്ങൾ വെക്കുന്ന വീട്ടിൽ 1 എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനുവേണ്ടി എന്തായാലും ഈ ഭാരം തലയിൽ ചുമന്നുകൊണ്ട് ഞാൻ നടക്കാണ്. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങളിൽ ഒരാളായി ഞാനും ഇറങ്ങും. കാരണം നമ്മുടെ പ്രവർത്തകരങ്ങനെ സന്തോഷിക്കട്ടെ. അപേക്ഷ കൊടുത്തവരിൽ ചിലർ എഴുതി വെച്ചിട്ടുണ്ട്, ഉമ്മാക്ക് സുഖമില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റൂല, വാടക വീട് ഇറങ്ങിക്കയറി തളർന്നുപോയി, അതുകൊണ്ട് നിങ്ങൾ KMCC മെമ്പർക്ക് വീട് വെച്ചു കൊടുക്കുമ്പോ ഒരു വീട് എനിക്ക് തരുമോ എന്ന് ചോദിച്ച മെമ്പറുണ്ട്.
നിങ്ങൾ ആലോചിക്ക്, ഇവർക്കല്ലാതെ നമ്മൾ ആർക്കാണ് കൊടുക്കുക? എല്ലാ സ്ഥലത്തും എല്ലാ കാരുണ്യ പ്രവർത്തനത്തിന് ഓടിയെത്തി അവർക്ക് തലചായ്ക്കാനൊരിടമില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ സങ്കടം വേറെ ഉണ്ടോ? എത്ര സന്തോഷം അവർക്ക്. 10-20 കൊല്ലമായിട്ട് നിന്നിട്ട് ആദ്യമായിട്ട് കിട്ടിയൊരു സന്തോഷ വാർത്തയാണ് ഉസ്താദെ, ഞങ്ങൾ മരിക്കുമ്പോൾ 5 ലക്ഷം വീടിന് കിട്ടുന്നു. പക്ഷെ അത് പോട്ടെ, നമ്മുടെ മയ്യത്ത് സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങാൻ പറ്റുക എന്ന് പറയുന്ന ഒരു അഭിമാനമല്ലേ? നമ്മുടെ മയ്യത്ത് സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങാം. അതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തകരെ നിങ്ങളുടെ കയ്യിൽ കവർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ പ്രവർത്തകരുണ്ട്. നിങ്ങൾ എഴുതി കൊടുക്കണം, ഒരു വീടിന്റെ 10 ലക്ഷമാണ്. നിങ്ങൾ എഴുതി കൊടുക്കണം. പേര് പറയാതെ കൊടുക്കാൻ പറ്റുമോ? പേര് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ബിസിനസിന് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, മരിച്ച ഉപ്പാക്ക് വേണ്ടി, മരിച്ച ഉമ്മാക്ക് വേണ്ടി, നിഷ്കളങ്കനായ ഒരു പ്രവർത്തകന് ഒരു വീടിന്റെ പകുതി വെക്കാൻ, ഒരു വീടിന്റെ അല്പം കെട്ടിക്കൊടുക്കാൻ, 10-1 ഞാനുണ്ട്. 1 ലക്ഷം കൊടുത്തൂടെ നിങ്ങൾക്ക്? ഒരു വർഷം 10 വീട്, ഒരു വർഷം 10 ഇതുപോലെ യൂണിഫോം ഇട്ട് ഓടി നടക്കുന്ന, നിങ്ങൾക്ക് ഈത്തപ്പഴം തരുന്ന, നിങ്ങൾക്ക് വെള്ളമടിച്ചു തരുന്ന, നിങ്ങൾക്ക് ഇരിക്കാൻ സുപ്ര വിരിച്ചു തരുന്ന പാവപ്പെട്ട KMCCയുടെ അർഹതപ്പെട്ട, എല്ലാവരും അങ്ങനെ പാവപ്പെട്ടവരാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അർഹതപ്പെട്ട 90% പാവങ്ങളാണ്. വളരെ 10% ഉള്ളൂ ഇച്ചിരിയൊക്കെ കുടുംബത്തിന് സ്വത്തുള്ളവരൊക്കെ പാവങ്ങളാണ്, വെറും സാധുക്കൾ. അവർക്കൊരു വീട്. അവരുടെ ഉമ്മ പറയൂലേ, പാണക്കാട് തങ്ങളുടെ പേരിൽ എന്റെ മോൻ ഓടിയപ്പോ ആരൊക്കെ പരിഹരിച്ചു, ആരൊക്കെ പുച്ഛിച്ചു, ആരൊക്കെ കളിയാക്കി. അൽഹംദുലില്ലാ എന്റെ മോനൊരു വീട് കിട്ടിയല്ലോ, മാഷാ അല്ലാഹ്. അത് ചെറുതല്ല. ഈ തങ്ങന്മാരങ്ങൾ പറയുമ്പോ ഞാന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത് തങ്ങന്മാരുടെ കൂട്ടത്തിൽ. സ്നേഹസാഗരത്തിന്റെ ശിലാസ്ഥാപനം നടത്താൻ തങ്ങൾ വരുമ്പോ 11 മണി സമയം എന്ന് പറയുന്നത് നല്ല സൂര്യൻ ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ നിന്നിട്ട് കത്തി നിൽക്കുന്ന സമയം. സ്നേഹസാഗരം നിൽക്കുന്ന സ്ഥലവും അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ആ ചൂടത്ത് വലിയൊരു കുഴിയാണ് നമ്മൾ എടുത്തത് ശിലാസ്ഥാപനം നടത്താൻ. അതിൻ്റെ അകത്തേക്ക് തങ്ങളോട് ഇറങ്ങണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കേട്ടില്ല. കല്ല് ഞങ്ങൾ തൊട്ടാ മതി, തങ്ങളെ കല്ലൊന്ന് തൊട്ടാ മതി. ആയിരക്കണക്കിന് പള്ളികൾക്ക് ശിലാസ്ഥാപനം നടത്തിയവരല്ലേ, ആ കൈയൊന്ന് തൊട്ടാ മതി. തങ്ങൾ ആ കല്ല് വാങ്ങുകയാണ് കയ്യിൽ. ഇന്നും ആ വീഡിയോ ഉണ്ട് കാണാൻ. അത് വാങ്ങി വെച്ചിട്ട് എത്ര സമയം അവിടെ നിന്ന് ആ വെയിലത്തിരുന്ന് ദുആ ചെയ്തു. അന്നും കാലിന് നീരുണ്ട്, അന്നും സർജറികൾ കഴിഞ്ഞിട്ടുണ്ട്, അന്നും അസുഖങ്ങളേറെയുണ്ട്. അതുപോലെ ഒരു പൂമുത്തിനെ, വല്ലാത്ത പേരാണ് ആറ്റപ്പൂ, അത് വല്ലാത്ത പേരാണ്. അതുപോലൊരു പൂമുത്തിനെ നമുക്കിനി കിട്ടുമോ? അള്ളാഹുവേ, ദറജ ഉയർത്തി കൊടുക്കണേ പടച്ചോനെ, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഇതിന്റെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഒരു കൂലി ആ കബറിടത്തിലേക്കും ശിഹാബുതങ്ങളുടെ കബറിടത്തിലേക്കും നീ എത്തിക്കണേ പടച്ചോനെ. ആ പ്രിയപ്പെട്ടവർ ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ന് കാണാനൊരു ഭംഗിയുണ്ട്. കടമായിക്കോട്ടെ, രോഗികളായിക്കോട്ടെ, കഷ്ടപ്പെടുന്നവരായിക്കോട്ടെ അതിനകത്ത് കിടക്കുന്നത്, ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും പറയും മാഷാ അല്ലാഹ്, എന്തായാലും ചെയ്തത് ഭംഗിയായിട്ടുണ്ട് വാക്കവി. അതാ തങ്ങളുടെ ദുആയാണ്. ആ ഭംഗി എന്ന് പറയുന്ന വാക്ക് വരുന്നത് ആ പ്രാർത്ഥനയുടെ ബറക്കത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന, ഒന്നാമത് നഷ്ടപ്പെടുന്നത് ദീനാണ്. കള്ളുകുടിയന് പ്രസംഗമില്ല, കള്ളുകുടിയന് ലൈലത്തുൽ ഖദറില്ല, കള്ളുകുടിയന് തറാവീഹില്ല, കള്ളുകുടിയനൊന്നുമില്ല. ഒന്നാമത് നഷ്ടപ്പെടുന്നത് ദീനാണ്, ദീനാണ്, ദീനാണ്. ദീനുള്ള കൂട്ടുകാർ പോലും അവരുണ്ടാവൂല. രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടാമത് നഷ്ടപ്പെടുന്നത് നഫ്സാണ്, അവന്റെ ശരീരമാണ്. ആരോഗ്യമുള്ളവർക്ക് പോലും ഇന്നത്തെ കാലഘട്ടത്തിലെ ഭക്ഷണം കഴിച്ച് ഇന്നത്തെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആരോഗ്യമുള്ളവർക്ക്